ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് വിശുദ്ധമായ റമദാൻ. ഖുർആനിന്റെ ചെറിയ സൂറത്തുകളുടെ ആശയങ്ങൾ, ചുരുങ്ങിയ അർത്ഥങ്ങൾ നമുക്ക് ഈ വിശുദ്ധ റമദാനിലൂടെ പഠിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഏറ്റവും ചെറിയ സൂറത്ത്, ഏറ്റവും അവസാനമായിട്ട് മുസ്ഹഫിൽ എഴുതിയ സൂറത്താണ് സൂറത്തുൻ നാസ്. മുഅവ്വിദത്തൈനി എന്ന് പറയുന്ന രണ്ട് സൂറത്തുകൾ ഉണ്ട്. അതിൽ ഒരു സൂറത്താണ് സൂറത്തുൻ നാസ്. ഒന്ന് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ആണെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നമുക്ക് അന്നാസ് ആദ്യം ഓതാം. വിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്നത് സൂറത്തുൻ നാസ് കൊണ്ടാണ്. സൂറത്തുൻ നാസിന് ധാരാളം മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാവൽ തേടാൻ ഏറ്റവും ഉതകുന്ന സൂറത്ത്, കാവൽ തേടുന്ന സൂറത്ത് എന്നാണ് സൂറത്തുൻ നാസ്. സൂറത്തുൻ നാസ് ചൊല്ലേണ്ട ധാരാളം സ്ഥലങ്ങളുണ്ട്. രാവിലെ 3 തവണയും വൈകുന്നേരം 3 തവണയും ഓതിയാൽ, സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഓതിയാൽ അവൻക്ക് വലിയ കാവൽ ലഭിക്കും. എല്ലാ ഷർറുകളെ തൊട്ടും ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും കാക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 തവണ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതല് സുന്നത്താണ്. രാത്രി ഉണ്ടാകുന്ന ഷർറുകളെ തൊട്ടൊക്കെ കാവൽ ലഭിക്കും. അതുപോലെ കാവൽ തേടാൻ ഏറ്റവും ഉത്തമമായ സൂറത്ത് അത് മുഅവ്വിദത്തൈനിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഷർറുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടൊക്കെ കാവൽ തേടുന്ന സൂറത്ത് കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സൂറത്തുൽ ഫലക്കും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തും ഓതാറുണ്ട്. അപ്പോ കാവലിന് മന്ത്രിച്ചു കൊടുക്കുന്നത് സിഹിർ ബാത്തിലാകാനും ശൈത്താന്റെ ഷർറ് നീങ്ങാനും സിഹിർ ബാത്തിലാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശാരീരികമായി സിഹിർ വന്നപ്പോൾ അത് ബാത്തിലാക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതുമാണ് ഈ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. അങ്ങനെ ഈ 3 സൂറത്ത് ഓതിയ സമയത്ത് തന്നെ ആ സിഹിർ ബാത്തിലാകുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ശരീരത്തിന് ക്ഷീണവും തളർച്ചയും വന്നിരുന്നു. ഹൃദയത്തിന് ഒരിക്കലും ആ സിഹിർ ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. സൂറത്തുൻ നാസിന്റെ അർത്ഥം നമുക്ക് പഠിക്കാം. ഖുൽ അഊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ബർക്കത്തെടുത്ത് ഞാൻ തുടങ്ങുന്നു. അർ റഹ്മാനി, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഇഹലോകത്ത് വെച്ച് ഗുണം അനുഗ്രഹങ്ങൾ ചൊരിയുന്നവൻ. അർ റഹീമി, വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് അനുഗ്രഹം ചൊരിയുന്നവൻ. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. എല്ലാ അനുഗ്രഹങ്ങളും കുത്തിച്ചൊരിക്കുന്ന അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ആ നാമം കൊണ്ട് ബർക്കത്തെടുത്ത് തുടങ്ങുന്നു എന്നർത്ഥം. ഖുൽ, നബിയെ അങ്ങ് പറയൂ, അഊദു ബിറബ്ബിൻ നാസ്. അഊദു, ഞാൻ കാവൽ തേടുന്നു. അഊദു, ഞാൻ കാവൽ തേടുന്നു. ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിനോട്, ജനങ്ങളുടെ സർവ്വജനങ്ങളെയും നിയന്ത്രിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. എല്ലാ സർവ്വജനങ്ങളെയും നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനാണല്ലോ അള്ളാഹു. ആ റബ്ബുന്നാസ്, ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവായ അള്ളാഹുവാണ് എല്ലാത്തിന്റെയും രാജാക്കന്മാരുടെ രാജാവ്. ജനങ്ങളുടെ രാജാവിനോട് ഞാൻ കാവൽ തേടുന്നു. അള്ളാഹുവിന്റെ 2 വിശേഷണം ഇവിടെ പറഞ്ഞു. റബ്ബുന്നാസ് എന്ന വിശേഷണവും മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട് ഞാൻ കാവൽ തേടുന്നു. ഇലാഹിന്നാസ്,
ജനങ്ങളുടെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായ, ആരാധനക്കർഹതയുള്ളവനായ പരിപാലിച്ചവനാണ് എന്ന് നേരത്തെ റബ്ബിന്നാസിൽ പറഞ്ഞു. രാജാവാണ്, നിയന്ത്രിക്കുന്നവനാണ് എന്ന് മലിക്കിന്നാസിൽ പറഞ്ഞു. ഇലാഹിന്നാസ്, ഇതൊക്കെയുള്ളവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ലോകം നിയന്ത്രിക്കുകയും ജനങ്ങളെ നിയന്ത്രിക്കുകയും ജനങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങളും ചെയ്തു തീർക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യുന്നവനായ രാജാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധിക്കപ്പെടാൻ അർഹനായ, അർഹതയോടെ ആരാധിക്കാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അവനോട് ഞാൻ കാവൽ തേടുന്നു. മിൻ ശർറിൽ വസ്വാസി അൽ ഖന്നാസ്, മിൻ ശർറിൽ വസ്വാസി, വസ്വാസിന്റെ ഷർറിൽ നിന്നും, മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചിന്റെ ഷർറിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. 3 വിശേഷണങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് എന്തിൽ നിന്നാണ് കാവൽ തേടുന്നത്? മിൻ ശർറിൽ വസ്വാസി, മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന അവന്റെ ഷർറിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. അൽ ഖന്നാസ്, ഈ വസ്വാസിന്റെ പ്രത്യേകത പറയാണ്. അൽ ഖന്നാസ്, അവൻ ദിക്ർ കേൾക്കുമ്പോൾ അകന്നു പോകുന്നവനാണ്, ദിക്ർ കേൾക്കുമ്പോൾ മറഞ്ഞു പോകുന്നവനാണ്. നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ ഖുർആൻ ഓതുമ്പോഴൊക്കെ മാറി നിൽക്കുന്നവനാണ്. അങ്ങനെയുള്ള വസ്വാസിന്റെ ഷർറിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, ഖന്നാസ് എന്ന് പറഞ്ഞാൽ ദിക്ർ ചൊല്ലുമ്പോൾ മാറി നിൽക്കുന്നവൻ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അവൻ വസ്വാസ് ഉണ്ടാക്കുന്നു. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈമാന് പഴപ്പിക്കാൻ വേണ്ടി അള്ളണ്ടോ എന്നിങ്ങനെ സംശയിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റു വസ്വാസുകൾ ഉണ്ടാക്കാം. നിസ്കരിക്കുമ്പോൾ വസ്വാസ് ഏറ്റുവരും, അതുപോലെ ഇബാദത്തുകളിൽ വസ്വാസുമായി വരും, അതുപോലെ തിന്മകളിലേക്ക് അവൻ നയിച്ചുകൊണ്ടിരിക്കും. തെറ്റ് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കും, ഹറാമുകൾ ചെയ്യാൻ നമ്മെ തോന്നിപ്പിക്കും, തിന്മകൾ കുറ്റകൃത്യങ്ങളും മറ്റുള്ളവരെ കൊല്ലാനും വ്യഭിചാരങ്ങൾക്കും ഹറാമുകളായ പ്രവർത്തികൾക്കും നമ്മെ പ്രേരിപ്പിക്കും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അന്നാസ് എന്ന് പറഞ്ഞ ജനങ്ങൾ, ജനങ്ങളുടെ സുദൂറിൽ ഹൃദയങ്ങളിൽ അവൻ വസ്വാസ് ഉണ്ടാക്കുന്നു. മിനൽ ജിന്നത്തി വന്നാസ്, ഈ ശൈത്താൻ, ആ വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താൻ, അവൻ ജിന്നുകളിൽ പെട്ടവരുണ്ട് മനുഷ്യരിൽ പെട്ടവരുമുണ്ട്. മിനൽ ജിന്നത്തി, ജിന്നുകളിൽ പെട്ടവരുമുണ്ട്, വന്നാസി, മനുഷ്യരിൽ പെട്ടവരുമുണ്ട്. അപ്പൊ ഈ ഖുൽ അഊദു റബ്ബിന്നാസ് എന്ന സൂറത്തിലെ പ്രമേയം എന്താ? കാവൽ തേടലാണ്. എന്തിനെ തൊട്ടാണ്? ജിന്നുകളിൽ പെട്ടതും മനുഷ്യരിൽ പെട്ടതുണ്ട്. മനുഷ്യന്മാരായ പിശാചുക്കള്, പുത്തൻവാദികളുണ്ട്, മനുഷ്യന്മാരായ പിശാചുക്കള് നിരീശ്വരവാദികളുണ്ട്, അതുപോലെ ജനങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്. അത്തരം മനുഷ്യന്മാരുടെ വസ്വാസിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. ജിന്നുകളായ പിശാചുക്കളുടെ വസ്വാസിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ അർത്ഥം ചിന്തിച്ചുകൊണ്ട് നാം ഇവിടെ 3 വിശേഷണങ്ങൾ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു. റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. രക്ഷിതാവ്, രാജാവ്, ഇലാഹിന്നാസ്, ആരാധ്യൻ, ജനങ്ങളുടെ ആരാധ്യൻ. എന്നിട്ട് വസ്വാസ് ഉണ്ടാക്കുന്ന ജിന്നുകളും മനുഷ്യരുമായ പിശാചുക്കളെ തൊട്ട് കാവൽ തേടുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് അത് ആ സൂറത്ത് ഓതുമ്പോൾ അർത്ഥം ചിന്തിച്ച് നാം രാവിലെ 3 തവണയും വൈകുന്നേരം 3 തവണയും അതിൽ സുന്നത്തുണ്ട്, ഇറങ്ങാൻ കിടക്കുമ്പോൾ സുന്നത്തുണ്ട്, മറ്റു പല സമയങ്ങളിൽ നമ്മൾ ഓതാറുണ്ട്. ഖുർആനിന്റെ അവസാന ഭാഗം, ഈ ഖുർആനൊക്കെ നമുക്ക് ധാരാളം ഉപദേശങ്ങൾ പറഞ്ഞു തന്നിട്ട് അവസാനം പറയാണ് നാം കാവൽ തേടണമെന്ന്. പുത്തൻവാദികളായ വഹാബി മൗദൂദികളുടെ വസ്വാസുകളുണ്ട്, അതുപോലെ നിരീശ്വരവാദികളുടെ വസ്വാസുകളുണ്ട്, അതുപോലെ മറ്റു വിഭാഗങ്ങളുടെ വസ്വാസുകളുണ്ട്, തിന്മയിലേക്ക് നയിക്കുന്ന വസ്വാസുകളുണ്ട്. പണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ വസ്വാസാക്കാൻ ഇബ്ലീസ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരേണ്ട അവസ്ഥ വന്നു. ഇങ്ങനെ വസ്വാസുകൾ ഉണ്ടാക്കുന്ന മനുഷ്യരും പിശാചുക്കളുമായ എല്ലാ വിഭാഗത്തിന്റെ ഷർറിൽ നിന്നും കാവൽ തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു നമുക്ക്
എല്ലാവിധ കാവലും നൽകട്ടെ. ഈ സൂറത്ത് എപ്പോഴും ഓതുന്നത് നല്ലതാണ് എന്നൊന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.